നമസ്കാരം. ഒരൊറ്റ സ്ത്രീ, അവരുടെ ജീവനാംശത്തിനു വേണ്ടിയുള്ളൊരു കേസ്, അതെങ്ങനെയാണ് ഇന്ത്യൻ നിയമത്തെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ പിടിച്ചുകുലുക്കിയത്? ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണ് പോകുന്നത്. ഈ കഥ തുടങ്ങുന്നത് ഒരു സംഖ്യയിൽ നിന്നാണ്. 43. എന്താണീ 43? അത് ഷാ ബാനുവും അവരുടെ ഭർത്താവും ഒരുമിച്ച് ജീവിച്ച വർഷങ്ങളാണ്. 43 വർഷം നീണ്ടൊരു ദാമ്പത്യം. ഇനി ഈ പോരാട്ടത്തിൻ്റെയെല്ലാം കേന്ദ്രബിന്ദുവായ മറ്റൊരു സംഖ്യയുണ്ട്. അത് 500 രൂപയാണ്. വെറും 500 രൂപ. ഒന്നോർത്തു നോക്കൂ, 62ാമത്തെ വയസ്സിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഒരു മാസത്തെ ചെലവിനു വേണ്ടി ഷാബാനു ആവശ്യപ്പെട്ട തുകയാണത്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തായിരുന്നു ഷാബാനുവിൻ്റെ ആ പോരാട്ടം? എങ്ങനെയാണ് വളരെ വ്യക്തിപരമായൊരാവശ്യം രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി മാറിയത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആ ടൈം ലൈനൊന്ന് നോക്കൂ. 1932 അവരുടെ വിവാഹം കഴിയുന്നത്. 5 മക്കളുണ്ട്. 43 വർഷത്തെ ദാമ്പത്യം. ഒടുവിൽ 1975 ഭർത്താവ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ജീവിക്കാൻ വേറെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോഴാണ് 1978 അവർ കോടതിയെ സമീപിക്കുന്നത്. ഇതൊരു സാധാരണ കേസിന്റെ തുടക്കമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ചരിത്രത്തിന്റെ തന്നെ തുടക്കമായിരുന്നു അത്. ഷാ ബാനുവിന്റെ ഈ കേസുണ്ടല്ലോ, അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വലിയൊരു തർക്കത്തിന് തന്നെ തിരികൊളുത്തി. അതായത്, രാജ്യത്തെ പൊതുവായ നിയമമാണോ അതോ മതപരമായ വ്യക്തി നിയമങ്ങളാണോ വലുത്? ഇവ തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമായിരുന്നു പിന്നീട് നടന്നത്. ഷാബാനു കേസ് കൊടുത്തത് ക്രിമിനൽ നടപടി ചട്ടത്തിലെ, അതായത് CRPCയിലെ സെക്ഷൻ 125 പ്രകാരമാണ്. ഈ നിയമം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. സ്വന്തമായി ജീവിക്കാൻ മാർഗമില്ലാത്ത ഭാര്യ, മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ഒരു നിയമം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മതമൊന്നും നോക്കാതെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ ഇതിന് മറുപടിയായി ഭർത്താവ് ചെയ്തതെന്താണെന്നോ? അദ്ദേഹം മുത്തലാഖ് ചൊല്ലി ആ ബന്ധം വേർപെടുത്തി. എന്നിട്ട് കോടതിയിൽ വാദിച്ചു, തന്റെ മതനിയമമനുസരിച്ച് ഇദ്ദത്ത് കാലം കഴിയുന്നതുവരെ, അതായത് ഏകദേശം ഒരു 3 മാസത്തേക്ക് മാത്രമേ ജീവനാംശം കൊടുക്കാൻ എനിക്ക് ബാധ്യതയുള്ളൂ എന്ന്. ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ആ ഒരു സംഘർഷം നിങ്ങൾക്കിതിൽ വ്യക്തമായി കാണാം. ഒരു വശത്ത് സാമൂഹ്യക്ഷേമം ലക്ഷ്യമിടുന്ന എല്ലാവർക്കും ബാധകമായ ഒരു മതേതര നിയമം, മറുവശത്ത് മതപരമായ വ്യക്തി നിയമങ്ങൾ. ഇതിൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഇതായിരുന്നു കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ ഈ കേസ് നിയമത്തിന്റെ പല പടവുകൾ കയറിപ്പോയി. ആദ്യം മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചത് എത്രയാണെന്നോ? മാസം വെറും 25 രൂപ. പിന്നീട് ഹൈക്കോടതി അത് 179 രൂപ 20 പൈസയായിട്ട് കൂട്ടി. പക്ഷേ ഇതിലും തൃപ്തനാവാതെ ഭർത്താവ് രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതിയെ സമീപിച്ചു. അങ്ങനെ 1985 ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ആ സുപ്രധാന വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. അത് ഏകകണ്ഠമായ ഒരു വിധിയായിരുന്നു. അപ്പോൾ ആ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തൂണുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഒന്നാമതായി, കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, സെക്ഷൻ 125 എല്ലാ പൗരന്മാർക്കും ബാധകമാണ്. മതം ഏതായാലും ശരി, വ്യക്തി നിയമങ്ങൾക്ക് മുകളിലാണ് ഈ നിയമം. രണ്ടാമത്തെ കാര്യം, ഭർത്താവിന്റെ കടമ യുദ്ധകാലം കൊണ്ട് തീരുന്നില്ല എന്നതായിരുന്നു. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് സ്വന്തമായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് ജീവനാംശം നൽകാനുള്ള ഉത്തരവാദിത്തം മുൻ ഭർത്താവിനുണ്ട്. അതവർക്ക് ആവശ്യമുള്ള കാലത്തോളം തുടരണം. മൂന്നാമതായി, ഇത് വളരെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു കാര്യമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമായി ഒരു പൊതു സിവിൽ നിയമം, അതായത് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. അപ്പോ ഈ വിധി വന്നതോടെ കാര്യങ്ങൾ ശാന്തമായില്ല. സത്യത്തിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ വിധി ഒരു നിയമപരമായ കാര്യം എന്നതിലുപരി ഇന്ത്യയിലുടനീളം ഒരു സാമൂഹികവും രാഷ്ട്രീയമായ കൊടുങ്കാറ്റിന് തന്നെ തിരികൊളുത്തി. ഒരു ഭാഗത്ത് യാഥാസ്ഥിതിക മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ ശക്തമായി രംഗത്തു വന്നു. ഇത് തങ്ങളുടെ മതപരമായ കാര്യങ്ങളിലുള്ള, അതായത് ശരിയാത്ത് നിയമത്തിലുള്ള ഒരു കടന്നുകയറ്റമാണെന്നും മുസ്ലിം സ്വത്വത്തിനു നേരെയുള്ള ഭീഷണിയാണെന്നും അവർ വാദിച്ചു. പക്ഷേ മറുഭാഗത്ത് വലിയൊരാഘോഷമായിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും മതേതരവാദികളുമൊക്കെ ഈ വിധിയെ ലിംഗനീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ഒരു വലിയ വിജയമായിട്ട് കണ്ടു. അങ്ങനെ രാജ്യം 2 തട്ടിലായി. കോടതി മുറിയിൽ തുടങ്ങിയ ഒരു നിയമപരമായ തർക്കം തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഈ സമയത്ത് സ്വാഭാവികമായും രാഷ്ട്രീയം ഇതിലേക്ക് ഇടപെട്ടു. എങ്ങനെയാണെന്ന് നോക്കാം. അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാരിന് പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നു. പക്ഷേ യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദം വളരെ വലുതായിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണോ അതോ ഒരു വലിയ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തണോ എന്നൊരു പ്രതിസന്ധിയിലായി സർക്കാർ. ഒടുവിൽ അവരൊരു തീരുമാനമെടുത്തു.
1986 ഒരു പുതിയ നിയമം പാർലമെന്റിൽ പാസാക്കി. ഈ നിയമത്തിന്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: ഷാബാനോ കേസിലെ സുപ്രീം കോടതി വിധി ഫലത്തിൽ ഇല്ലാതാക്കുക. അപ്പോൾ ഈ 1986 നിയമം എന്താണ് ചെയ്തത്? ഒന്ന്, ഭർത്താവിന്റെ ജീവനാംശം കൊടുക്കാനുള്ള ബാധ്യത യുദ്ധകാലത്തേക്ക് മാത്രമായിട്ട് ഒതുക്കി. രണ്ട്, അതിനുശേഷമുള്ള ആ സ്ത്രീയുടെ സംരക്ഷണ ചുമതല അവരുടെ സ്വന്തം ബന്ധുക്കൾക്ക് നൽകി. ഇനി ബന്ധുക്കൾക്കതിന് കഴിവില്ലെങ്കിലോ ആ ഉത്തരവാദിത്തം സംസ്ഥാന വഖഫ് ബോർഡിനായിരിക്കും. ചുരുക്കത്തിൽ സുപ്രീം കോടതി വിധി നേരെ തിരിച്ചിട്ടു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഒരു പുതിയ നിയമം പാസാക്കിയതുകൊണ്ട് മാത്രം ഈ വലിയ ചർച്ച അവസാനിച്ചില്ല. അതൊരു അവസാന വാക്കായിരുന്നില്ല. ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നു, അല്ലേ? അടിസ്ഥാനപരമായ മനുഷ്യാന്തസ് ഉറപ്പാക്കിയ ഒരു സുപ്രീം കോടതി വിധിയെ ഒരു നിയമം കൊണ്ട് പാർലമെന്റിന് എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയുമോ? നിങ്ങൾ വിചാരിക്കുന്നത്ര ലളിതമല്ല അതിന്റെ ഉത്തരം. കാരണം പാർലമെന്റ് പാസാക്കിയ ഈ പുതിയ നിയമത്തെ സുപ്രീം കോടതി തന്നെ പിന്നീട് മറ്റൊരു കേസിൽ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്നത് ഈ കഥയുടെ വളരെ നിർണായകമായൊരു ഭാഗമാണ്. അതാണ് ഡാനിയൽ ലത്തീഫി കേസ്. ആ കേസിനെക്കുറിച്ച് നമുക്ക് അടുത്ത തവണ വിശദമായി സംസാരിക്കാം.